ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ഒരു മീൻ മേടിച്ചപ്പോൾ അത് കറി വെക്കാൻ, അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനേ എൻ്റെ സ്ലാങ് മിക്സഡ് ആയിരിക്കും കേട്ടോ. മലപ്പുറം എറണാകുളം രണ്ടും കൂടി മിക്സിലൊരു ഭാഷയൊക്കെ അതിൻ്റെ ഭാഷ. അപ്പം എന്തായാലും കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കളിയിലാണ്. കുഞ്ഞിപ്പെണ്ണിന് ഉപ്പേനെ കിട്ടിയപ്പോൾ ഓല് അതങ്ങനെ കൂടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീണ്ടും കറി അടുപ്പത്ത് എണ്ണ വെച്ചേക്കാണ്. അതിക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ. എനിക്ക് ഈ അളവൊന്നും പറയാൻ അറിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ ചെയ്യലില്ല. മിച്ച് കുക്കിംഗ് വീഡിയോ അറിയില്ല, അതുകൊണ്ട് ചെയ്യാനറിയാം. കുക്കിംഗ് അറിയാം, കുക്കിംഗ് വീഡിയോ ചെയ്യാനറിയില്ല. അപ്പൊ ഞാൻ കിട്ടിയത് എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒന്ന് ക്യാമറ പിടിച്ചു തരാൻ പറഞ്ഞു. ഞാൻ എന്തായാലും മീൻകറി ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഞാൻ കുറച്ച് ഉള്ളിയോ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാൻ പോവാണ്. അപ്പൊ അത് വഴറ്റിയിട്ട് അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ചെറിയ, നിങ്ങളവിടെ എന്താ പറയാ അറിയില്ല, ഞങ്ങളവിടെ ചീരുള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇട്ടെടുത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ബാക്കി പരിപാടി ഉണ്ട്. അതിൻ്റെ ഇടക്ക് വാപ്പ ഫോണും കൊണ്ട് പോയി. കുട്ടീൻ്റെ കളി, ഓള് അതിൻ്റെ കട്ടിലിൻ്റെ മുകളിൽ കയറി അറിയാമായിരുന്നു. അപ്പോൾ പോയതാട്ടോ. പിന്നെ കുറച്ച് കുറച്ച് സവാള, എനിക്ക് സവാള ഇടണം, സവാള ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെല്ലുള്ളിയും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെയും നന്നായിട്ട് വഴറ്റാൻ പോകണം. പിന്നെ കുറച്ച് തക്കാളി, കുറച്ചല്ല, രണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി കേട്ടോ ഞാൻ അത് എടുക്കുന്നത്. കാരണം നല്ല പുളി വേണം, അവിടെ നല്ല എരിവും പുളിയും വേണം കറിക്ക്. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാ, എരിവും പുളിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മീൻ നിങ്ങൾ അവിടെ ഇടുമോ നമുക്കറിയില്ല. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മീൻ മസാലയും കൂടി ചേർക്കുന്നു കേട്ടോ. ഈസ്റ്ററിൻ്റെ മീൻ മസാലയാണ് ഇടുന്നത്. നന്നായിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം പുളിയൊക്കെ പാകമായി നോക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കുന്നത്, കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാനത് അങ്ങനെ കുറച്ച് മീനൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ചല്ല, കുറച്ചധികം മീൻ ഇട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വറുത്ത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും കറിയിൽ നിന്ന് മീൻ എടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. അത് കാരണം വാപ്പായൊക്കെ മീൻ പുളി ഇട്ട് വെച്ച വാപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. ഞങ്ങളവിടെ എൻ്റെ ഉമ്മ പുളിയിട്ട് മീൻ കറി വെക്കും, അതും ചാള വെക്കണം. അതിൻ്റെ ടേസ്റ്റ് വരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മയുടെ കറിയുടെ പോലെ വായിൽ വെള്ളം വന്നു. നമ്മൾ വറുക്കാനുള്ള മീൻ മുളക് എരുമയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ അത് അവിടെ കിടന്ന് പൊരിയുണ്ട്. എന്തായാലും നമ്മളങ്ങനെ നമ്മൾ മീൻ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കുക്കിംഗ് വ്ളോഗൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു തന്നാൽ നമ്മളതിനനുസരിച്ച് തിരുത്തും. എന്തായാലും നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ആളവിടെ നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ലൈക്കും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.